കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്ന സാഹചര്യത്തിൽ അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെയും പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും വിശദമായ പരിശോധന തുടരും. ബദൽ കാഷ്വാലിറ്റി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചേക്കും. വിവരങ്ങളുമായി അബിന ചേരുന്നു. അബിന, ഈ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്ന സാഹചര്യത്തിൽ അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, തീർച്ചയായും ഇന്ന് പ്രധാനമായും PWയുടെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് ഒരുമിച്ച് കൂടുകയും പിന്നീടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരണത്തിന് കാരണമായ ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരണകാരണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ വിദഗ്ധർ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താൽക്കാലികമായിട്ട് ഇന്ന് പഴയ ബ്ലോക്കിൽ അത്യാഹിത വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം പുതിയ ബ്ലോക്കിലായിരുന്നു അത്യാഹിത വിഭാഗങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പ്രധാനമായും ഈ പഴയ ബ്ലോക്കിലാണ് ഈ അത്യാഹിത വിഭാഗം ആരംഭിച്ചിട്ടുള്ളത്. അതിനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. നിലവിൽ ഇവിടെ ബെഡുകളും അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകളെല്ലാം തന്നെ പേഷ്യൻസുകളെല്ലാം തന്നെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഇവിടെ ഈ പഴയ ബ്ലോക്കിൽ വീണ്ടും ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേഷ്യൻസുകളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് അവസ്ഥ ക്രിട്ടിക്കലാണെങ്കിൽ ഇവരെ തിരിച്ച് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡുകളെല്ലാം തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ സഹായത്തിനായിട്ടും TDRF സന്നദ്ധ സേനാംഗങ്ങളെല്ലാം തന്നെ എല്ലാവരും തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പുതിയ ബ്ലോക്കിലുണ്ടായ ഈ ഒരു തീപിടുത്തത്തെ തുടർന്ന് അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ ഈ പഴയ കെട്ടിടത്തിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ സെക്യൂരിറ്റി ഗാർഡുകളും അതുപോലെ തന്നെ മറ്റാളുകളെല്ലാം തന്നെ ഇവിടേക്കാണ് നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഈ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സഹായത്തിനും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കുള്ള സഹായത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ ആവശ്യമായ ഡോക്ടർമാരെയും അതുപോലെ തന്നെ നഴ്സുമാരെയും ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പകുതി ഡോക്ടർമാരെയും ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. കൂടുതൽ അത്യാസന്ന നിലയിലേക്ക്, അതായത് അവസ്ഥ ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളെ നിലവിൽ ബീച്ച് ആശുപത്രിയിലേക്കാണ് മാറ്റുക. ദീപ്തി, പിന്നെ ഈ ഒരു താൽക്കാലിക അല്ലെങ്കിൽ ബദലായിട്ടുള്ള ഒരു കാഷ്വാലിറ്റി പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? അത് പൂർത്തിയായിട്ടുണ്ടോ? ഈ കൂടുതൽ പേഷ്യൻസ് ഈ ഒരു വിഭാഗത്തിലേക്ക്, ഇപ്പോൾ ഈ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഇപ്പോൾ അധികം ആളുകൾ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, അതാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ച ഒരു കാര്യം. അതായത് ഇപ്പോൾ ഇവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിനായിട്ടുള്ള സന്നദ്ധ സേനാംഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ എല്ലാവരും തന്നെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ അത്യാവശ്യം പേഷ്യൻസുകൾ തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒബ്സർവേഷനിലും ഈ പേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയോഗിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലും ഈ അത്യാസന്ന നിലയിൽ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അവരെ ഉടൻ തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റും. നിലവിൽ ബീച്ച് ആശുപത്രിയും അതുപോലെ തന്നെ ഈ പഴയ ബ്ലോക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൽക്കാലികമായി മാറ്റും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോഴും ആളുകൾ ഈ പഴയ ബ്ലോക്കിലേക്ക് വീണ്ടും ഡോക്ടറെ കാണുന്നതിനും അതുപോലെ തന്നെ ഈ പരിശോധനയ്ക്കായിട്ടും മറ്റ് ചികിത്സയ്ക്കായിട്ടെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു
കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് നഴ്സുമാരെല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ബ്ലോക്കിൽ നിന്നും പഴയ ബ്ലോക്കിലേക്ക് ആവശ്യമുള്ള ഡോക്ടർമാരെ നൽകും എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലേക്കും ഇതിനാവശ്യമായ ഡോക്ടർമാരെ, PG ഡോക്ടർമാരെയും വേണ്ടുന്ന ഉപകരണങ്ങളും എല്ലാം തന്നെ ബീച്ച് ആശുപത്രിയിൽ ഉൾപ്പെടെ സജ്ജീകരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുക ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ, ആ ഉപകരണങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്യാസന്ന നിലയിൽ, അത് ക്രിട്ടിക്കലായിരിക്കുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. ദീപ്തി. ശരി, അഭിന ലൈനിൽ തന്നെ തുടരുക. മറ്റൊരു വാർത്തയും